സമയം വെച്ച് കഴിഞ്ഞാൽ 1:30 1:30 1 മണിയായി. കൂട്ടിപ്പോയി സോറി. അപ്പോൾ ഇവിടെ എന്താണ് രാവിലെ തന്നെ അമ്മേനെ ഞാൻ വിട്ടേച്ച് വന്നു പിന്നെന്താ കുറച്ച് റീലും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് ടൈം പാസ്സൊക്കെ ആയി. പിന്നെ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ വിളിച്ചായിരുന്നു. അങ്ങനെ അവൻ്റെ വിശേഷം ഞാൻ കേട്ടു. അതെല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പം വിശക്കാൻ തുടങ്ങി. വെച്ച് കഴിച്ചേക്കാന്ന് വിചാരിച്ചു. കഴിക്കണ മുമ്പ് തന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ ദൈവത്തിൻ്റെ അത് ക്ലീൻ ചെയ്തില്ല. അപ്പോൾ അത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊക്കെ ചെയ്യാം. കുറച്ച് പാത്രം കഴുകാനുണ്ട്. അപ്പം നമുക്കൊന്ന് വേഗം പാത്രം കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ക്ലീനിങ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വേഗം കഴുകിയിട്ട് വരാം. പാത്രമൊക്കെ കഴുകി. പിന്നെ വിളക്ക് ഒന്ന് കഴുകണമായിരുന്നു. അതും ഞാൻ വേഗം കഴുകി. പിന്നെ വേറെ ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അമ്മ ഉണ്ടാക്കിയത് സാമ്പാറും പിന്നെ മുട്ട പൊരിച്ചതല്ല, മുട്ട ഫ്രൈ എന്നൊക്കെ പറയാം. പിന്നെ ചോറ് കുഴഞ്ഞു പോയി. അമ്മയോട് രാവിലെ പറഞ്ഞായിരുന്നു. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് ചോറുണ്ട്, ചൂടാക്കി കഴിക്കാം. ഇത് ഇന്നലത്തെ ബിരിയാണി. വരൂ നമുക്ക് കഴിക്കാം. ഫുഡൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞു. തുണിയൊക്കെ കണ്ടോ, തുണി ഫുള്ളും വീടിൻ്റെ അകത്ത് വിരിച്ചിട്ടുണ്ട്. അമ്മയുടെ വെയിൽ വന്നും പോയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തുണി അകത്ത് വിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാം. നമുക്ക് അടുത്ത പരിപാടി പഠിക്കാം. എൻ്റെ പുസ്തകമൊക്കെ ഞാൻ കാണിക്കാം. കണ്ടോ, എൻ്റെ തേരാപ്പാര ഇട്ടിരിക്കണം പുസ്തകം. എന്താ ചെയ്യാനോ, അപ്പോൾ പഠിക്കാനിരിക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ അടുക്കളയിൽ വന്നു. എന്തുണ്ടാക്കും? ഒറ്റയ്ക്ക് ഇരിക്കണോണ്ട് ഭയങ്കര വിശപ്പും കാര്യങ്ങളൊക്കെയാണ്. അതുകൂടെ എന്താണ് നമുക്ക് ചായ ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ ചായ റെഡിയായി. നമുക്കിത് പുറത്ത് പോയിരിക്കാം. ഇത് ഞാൻ ചായ കൊണ്ട് മുറ്റത്ത് വന്നു. ആകെ മൊത്തം അലങ്കോല ഇരിക്കാൻ മുറ്റമൊക്കെ. ചായ കുടിച്ചിട്ടൊക്കെ വരാം. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് നോട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ എഴുതി എല്ലാം സെറ്റാക്കി. വിളക്കൊക്കെ കത്തിച്ച് 6 മണിയായല്ലോ. ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പശുവെ ഭയങ്കര ചാടിയാണ് വന്നത്. അപ്പുറത്തെന്തോ തിന്നാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു. ഇപ്പോൾ 6:30 അല്ലെങ്കിൽ 6:45 അമ്മേനെ വിളിക്കാൻ പോകണം. അപ്പം അങ്ങനെയാണ് കാര്യം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ കാണാം.